എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്തരം പ്രശ്നങ്ങൾ? ഒരു പ്രശ്നം തീരുന്നതിന് മുൻപ് മറ്റൊരു പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ജീവിതം എന്തുകൊണ്ടാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? സത്യത്തിൽ നോക്കിയാല് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ചിലരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാം, ചിലരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകും, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എന്ന ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകാതെ എങ്ങനെ ഡീൽ ചെയ്യാമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ടത്. കാരണം പലപ്പോഴും ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ല, പല പ്രശ്നത്തോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഇന്ന് അങ്ങനെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുന്ന 5 സാഹചര്യങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യാമെന്നും നോക്കാം. ഒന്ന്, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് ഇത്. എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ആർക്കും നമ്മളെക്കുറിച്ച് മോശമായി തോന്നരുത്, ആരും നമ്മളോട് ദേഷ്യപ്പെടരുത്, ആരും നമ്മളെ തെറ്റിദ്ധരിക്കരുത്, എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോ ഡിസിഷനും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യേണ്ടി വരും. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ശരി എന്ന് പറയും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായാലും മറ്റൊരാളെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. പതിയെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനിടയിൽ നമ്മുടെ സ്വന്തം സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ജീവിതം കുറച്ച് സിമ്പിൾ ആക്കണമെങ്കിൽ ഒരു കാര്യം പഠിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, നിങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആളായിരിക്കാം. പക്ഷേ അതിന്റെ അർത്ഥം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻസ് നിറവേറ്റണമെന്നല്ല. ചില സമയങ്ങളിൽ ഇല്ല എന്ന് പറയുന്നതും സെൽഫ് റെസ്പെക്റ്റ് ആണ്. ചില തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അത് ഓക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തിനും എല്ലാവരുടെയും അപ്രൂവൽ ആവശ്യമില്ല. രണ്ട്, ഒരേ സമയം എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിലധികം പ്രോബ്ലംസ് ഉണ്ടാകും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ നമ്മുടെ മൈൻഡ് ഓവർലോഡ് ആകും. ആദ്യം എന്താണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഒരുമിച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഒരു നോട്ട്ബുക്ക് എടുക്കുക, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അതിലെഴുതുക, പിന്നെ ഓരോന്നായിട്ട് നോക്കുക. ഇതിൽ ഇപ്പോൾ എൻ്റെ കൺട്രോൾ ഉള്ളത് എന്താണ്, ഇങ്ങനെ ചോദിക്കുക. ചില പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാൻ കഴിയും, ചിലതിന് സമയം വേണം, ചിലത് നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കില്ല. അപ്പോൾ പ്രയോറിറ്റി വെക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന്, നാളെ ചെയ്യേണ്ടത് നാളെ. നാളെ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ മെന്റലി ജീവിച്ച് തീർക്കേണ്ട ആവശ്യമില്ല. ഒരേ സമയം മുഴുവൻ ജീവിതവും സോൾവ് ചെയ്യേണ്ടതില്ല. ഒരു പ്രോബ്ലം വീതം ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചാൽ ജീവിതം കുറച്ചുകൂടി എളുപ്പമാകും. മൂന്നാമത്തത്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു കാര്യമാണ് ജീവിതത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. പാസ്റ്റ്, കഴിഞ്ഞു പോയ ഒരു സംഭവം, ആരെങ്കിലും പറഞ്ഞൊരു വാക്ക്, നമ്മളെടുത്തൊരു റോങ് ഡിസിഷൻ, ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി, ഒരു റിലേഷൻഷിപ്പ്, ഒരു മിസ്റ്റേക്ക്, ഇതെല്ലാം വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവം കഴിഞ്ഞു പോയതാണെങ്കിലും അതിന്റെ ഇമോഷണൽ എഫക്റ്റ് ഇപ്പോഴും നമ്മുടെ പ്രസന്റിൽ ഉണ്ടാവും. അത് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് കഴിഞ്ഞത് മാറ്റാൻ കഴിയില്ല, പക്ഷെ അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുക: ഇതിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത്? പഠിക്കാൻ ഒന്നുമില്ലെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത്? പാസ്റ്റ് ഒരു ടീച്ചർ ആകട്ടെ, പെർമനന്റ് റെസിഡൻസ് ആകരുത്. കഴിഞ്ഞു പോയത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ചാപ്റ്റർ ആണ്, മുഴുവൻ ബുക്കല്ല. നാലാമത്തത്, നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഇത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ എഫേർട്ട്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ബൗണ്ടറീസ്, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നത്. പക്ഷേ മറ്റൊരാൾ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എങ്ങനെ ബിഹേവ് ചെയ്യും, നാളെ എന്ത് സംഭവിക്കും, എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമോ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് നമ്മളെ മെന്റലി എക്സോസ്റ്റഡ് ആക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടും അയാള് നിങ്ങളെ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് അയാളുടെ തോട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതാണ്.
അതുകൊണ്ട് ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ രണ്ട് കാര്യങ്ങൾ വേർതിരിക്കുക. വാട്ട് ക്യാൻ ഐ കൺട്രോൾ, വാട്ട് ക്യാൻ ഐ നോട്ട് കൺട്രോൾ. ആദ്യത്തേതിൽ ആക്ഷൻ എടുക്കുക, രണ്ടാമത്തേത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആക്സെപ്റ്റൻസ് എന്നത് എനിക്കൊന്നും ചെയ്യാനില്ല എന്നല്ല, ഇതിപ്പോൾ എൻ്റെ കൺട്രോളിലല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഈ ഡിഫറൻസ് മനസ്സിലായാൽ മനസ്സിന് വലിയൊരു ഭാരം കുറയും. അഞ്ചാമത്തത് എല്ലാത്തിനും ഉടനെ ഒരു ആൻസർ വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള മറ്റൊരു കാരണമാണിത്. നമ്മുടെ ഫ്യൂച്ചർ എന്താകും, നമ്മുടെ റിലേഷൻഷിപ്പ് എവിടെ എത്തും, ഈ ഡിസിഷൻ ശരിയാണോ, അടുത്ത മാസം എന്ത് സംഭവിക്കും, എൻ്റെ ലൈഫ് എപ്പോഴാണ് ബെറ്റർ ആകുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ തന്നെ ആൻസർ വേണമെന്നില്ല. പക്ഷെ ജീവിതത്തിൽ ചില ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ സമയമെടുക്കും. ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും ഉടനെ ക്ലാരിറ്റി കിട്ടണമെന്ന് നിർബന്ധിക്കേണ്ട. ചില സമയങ്ങളിൽ എനിക്കിപ്പോൾ ആൻസർ അറിയില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന അടുത്ത ചെറിയ സ്റ്റെപ്പ് എന്താണ്, ഇങ്ങനെ ചോദിക്കുക. അതാണ് പ്രാക്ടിക്കൽ. നിങ്ങളുടെ മുഴുവൻ ഫ്യൂച്ചർ അറിയേണ്ടതില്ല, അടുത്ത സ്റ്റെപ്പ് അറിഞ്ഞാൽ മതി. അപ്പോൾ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, ഉടനെ റിയാക്ട് ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് പ്രോബ്ലം എന്താണെന്ന് വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. മൂന്നാമത്തത് എൻ്റെ കൺട്രോളിൽ എന്താണ് എന്ന് നോക്കുക. നാലാമത്തത് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ആക്ഷൻ തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തേത് എല്ലാം ഒരേ ദിവസം ശരിയാക്കണം എന്ന പ്രഷർ സ്വയം കൊടുക്കാതിരിക്കുക. കാരണം ജീവിതം ഒരു ദിവസം കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയതല്ല. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് എല്ലാം പെർഫെക്റ്റ് ആകണമെന്നില്ല. ചില കാര്യങ്ങൾ സമയം എടുക്കും, ചില ആളുകൾ മാറും, ചില സാഹചര്യങ്ങൾ മാറില്ല, ചില ബന്ധങ്ങൾ നമ്മളോടൊപ്പം തുടരും, ചിലത് അവസാനിക്കും, ചില അവസരങ്ങൾ നഷ്ടപ്പെടും, പുതിയ അവസരങ്ങൾ വരും. ജീവിതം അങ്ങനെ തന്നെയാണ്. പ്രോബ്ലംസ് ഇല്ലാത്ത ജീവിതം അങ്ങനെയൊന്നുമില്ല. പക്ഷേ പ്രോബ്ലംസ് വന്നാലും അതിൻ്റെ കൂടെ അൺനെസസറി ഫിയർ, ഓവർ തിങ്കിങ്, പീപ്പിൾ പ്ലീസിങ്, ഗിൽറ്റ്, റീഗ്രെറ്റ് എന്നിവ കൂട്ടിച്ചേർക്കാതെ ജീവിക്കാൻ നമുക്ക് പഠിക്കാൻ കഴിയും. അതാണ് ജീവിതത്തെ കുറച്ച് സിമ്പിൾ ആക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് മുൻപ് ഒന്ന് നിർത്തി ചോദിക്കുക, ഇതിൽ എന്താണ് എൻ്റെ കൺട്രോളിലുള്ളത്, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സ്റ്റെപ്പ് എന്താണ്, അത് മാത്രം നോക്കുക. മുഴുവൻ വഴിയും കാണേണ്ടതില്ല, അടുത്തൊരു സ്റ്റെപ്പ് അത്രയും മതി. കാരണം ജീവിതം മുഴുവൻ ഒരുമിച്ച് ക്യാരി ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഹെവി ആയിട്ട് തോന്നുന്നത്. ഒരു ദിവസം വീതം, ഒരു പ്രശ്നം വീതം, ഒരു സ്റ്റെപ്പ് വീതം ഡീൽ ചെയ്യാൻ പഠിക്കുമ്പോൾ ജീവിതം പെർഫെക്റ്റ് ആകില്ല എങ്കിലും ജീവിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അതായിരിക്കാം നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത്. ഒരു പ്രശ്നവുമില്ലാത്ത ജീവിതമില്ല. പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തന്നെ നഷ്ടപ്പെടുത്താത്ത ഒരു ജീവിതം. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്താണെന്ന് കമന്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളെ പോലെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്ക് നിങ്ങളുടെ ഒരു കമന്റ് സഹായമായേക്കും. ഇത്തരം ജീവിതത്തെക്കുറിച്ചുള്ള സിമ്പിൾ സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണേ.